കരയിൽ റോഡിലുള്ള പോലെ കടലിലും ട്രാഫിക് ലൈൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? റോഡിലൊക്കെ ട്രാഫിക് ലൈനും ട്രാഫിക് സിഗ്നൽസും ഒക്കെ ഉള്ള പോലെ കടലിലുമുണ്ട് ട്രാഫിക് ലൈനും ട്രാഫിക് സിഗ്നൽസും വൺ വേ ലൈനും ഒക്കെ. ഷിപ്പ് പോകുന്ന പല വഴികളിലും ഇതുപോലുള്ള ട്രാഫിക് ലൈനുകൾ കാണാൻ പറ്റും. ട്രാഫിക് സെപ്പറേഷൻ സ്കീം എന്നാണ് ഇതിന് പറയുന്നത്. കപ്പലിനെ പറ്റി പലർക്കുമുള്ളൊരു ഡൗട്ടാണ്, ഇതെങ്ങനെയാണ് ഈ കണ്ണാത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലിൽ കൂടി ദിശ കണ്ടുപിടിച്ച് യാത്ര ചെയ്യുന്നതെന്ന്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തോട്ട് പോവുകയാണെങ്കിൽ ആ രാജ്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു പാസേജ് ഉണ്ടാക്കിയാണ്. ഒരു ലൈൻ വരയ്ക്കുന്നത് പോലെയാണ് ശരിക്കും അത്. പണ്ട് കാലത്തുണ്ടായിരുന്ന പേപ്പർ ചാർട്ടുകളൊക്കെ മാറി ഇപ്പോൾ ഇലക്ട്രോണിക് ചാർട്ടുകളാണ്. ആ ഇലക്ട്രോണിക് ചാർട്ടുകൾ ലോഡ് ചെയ്യുന്നത് ECDIS അഥവാ ഇലക്ട്രോണിക് ചാർട്ട് ഡിസ്പ്ലേ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്കാണ്. ഇതിലൂടെ കപ്പലിൻ്റെ ദിശയും കപ്പൽ യാത്ര ചെയ്യുന്ന ഓരോരോ വഴികളും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഓരോ മണിക്കൂർ ഇടവിട്ട് കപ്പലിൻ്റെ പൊസിഷൻ നമ്മൾ മോണിറ്റർ ചെയ്യുകയും അത് കൃത്യമായിട്ട് പ്ലോട്ട് ചെയ്യുകയും ചെയ്യും. കപ്പൽ ദിശ തെറ്റി അല്ലെങ്കിൽ വഴി തെറ്റി പോകാതിരിക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ട്രാക്ക് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തോട്ട് യാത്ര ചെയ്യുന്നത്. ഏത് രാജ്യത്തേക്കാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി എത്ര ദൂരം ബാക്കിയുണ്ട്, അങ്ങനെ പലവിധ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ റോഡുകളിലൊക്കെ കാണുന്ന പോലെ ഒരു തൂണിലൊക്കെ വെച്ചിരിക്കുന്ന സൈൻ ബോർഡുകളും ട്രാഫിക് സിഗ്നലുകളും ഒന്നുമല്ല കടലിൽ കാണുന്നത്. എല്ലാം വെർച്വലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അതായത് ഈ ഇലക്ട്രോണിക് ചാർട്ടിൽ നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഈ പാസേജിൽ എല്ലാം വെർച്വലായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മളൊരു സ്ക്രീനിൽ, ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് ട്രാഫിക് ലൈൻസും ട്രാഫിക് സിഗ്നൽസും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ റോഡിലൂടെ കാർ ഓടിച്ച് പോകുമ്പോൾ നിയമങ്ങൾ പാലിക്കുന്ന പോലെ തന്നെ കടലിലൂടെ കപ്പൽ ഓടിച്ച് പോകുമ്പോഴും പാലിക്കേണ്ട കുറേ നിയമങ്ങളുണ്ട്. ഒരു ട്രാഫിക് ലൈനിൽ നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രാഫിക് ലൈൻ സജസ്റ്റ് ചെയ്യുന്ന വൺ വേ ലൈനിലൂടെ വേണം നമ്മൾ കപ്പൽ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട്. ഒരു പ്രാവശ്യം ഈ ട്രാഫിക് ലൈനിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമേ ആ ട്രാഫിക് ലൈനിൽ നിന്ന് നമുക്ക് കപ്പൽ പുറത്തേക്ക് എടുക്കാനുള്ള അവകാശമുള്ളൂ. എന്തെങ്കിലും ഒരു കൊളീഷൻ അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രാഫിക് സെപ്പറേഷൻ സ്കീം വിട്ട് പുറത്തോട്ട് പോകാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ട്രാഫിക് ലൈൻ ഫോളോ ചെയ്തിട്ട് വേണം നമ്മുടെ കപ്പൽ മുൻപോട്ട് എടുക്കാനായിട്ട്. റോഡിൽ നമ്മൾ എല്ലാവിധ ട്രാഫിക് നിയമങ്ങളും പാലിച്ച് വാഹനം ഓടിക്കുന്നത് പോലെ തന്നെ കടലിലും ഇതുപോലുള്ള നിയമങ്ങളെല്ലാം പാലിച്ച് വേണം നമ്മൾ കപ്പൽ ഓടിക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ റോഡിൽ MVD നമുക്ക് ഫൈൻ അടിക്കുന്ന പോലെ കടലിലുമുണ്ട് ഒരു സംവിധാനം. വെസൽ ട്രാഫിക് സർവീസ് എന്നാണ് അതിന് പറയുന്നത്. ഒരു കപ്പൽ തീരദേശത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ ഈ വെസൽ ട്രാഫിക് സർവീസ് എപ്പോഴും നമ്മളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ട്രാഫിക് ലൈനിലൂടെ കറക്റ്റായിട്ടല്ല പോകുന്നത്, അല്ലെങ്കിൽ വേറൊരു കപ്പലിനെ നമ്മൾ തെറ്റായ രീതിയിൽ ഓവർടേക്ക് ചെയ്യുകയോ ക്രോസ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പലിനെ ഇവർ ഫൈൻ അടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടെല്ലാം നോക്കി കൃത്യമായ രീതിയിൽ മാത്രമേ നമുക്ക് കപ്പൽ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കടലിലെ ട്രാഫിക് ലൈനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.